നമസ്കാരം KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. സിവിൽ സ്റ്റേഷനിൽ സ്ഥിരം പഞ്ചിംഗ് സംവിധാനമായി മുങ്ങി നടക്കുന്നവർ വലയും. മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യം. തീരദേശങ്ങളിലെ ലഹരി വിൽപ്പനക്കെതിരെ ജാഗ്രത ശക്തമാക്കും. രാഗിച്ചരടുകളിൽ സാഹോദര്യം കോർത്ത് നാടെങ്ങും രക്ഷാബന്ധൻ ആഘോഷിച്ചു. രക്ഷാബന്ധൻ ദിനത്തിൽ ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ. കാസർഗോഡ് കോട്ടക്കണി അമ്പാടിയായി വർണ്ണക്കാഴ്ചകൾ ഒരുക്കി ശ്രീകൃഷ്ണ വേഷ മത്സരം. BSNL അധികൃതർ കേബിളുകൾ സ്ഥാപിച്ചത് ഡ്രൈനേജിൽ. കുഞ്ചത്തൂരിൽ ജനം ദുരിതം പേറുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഉദ്യോഗസ്ഥർക്ക് ഇനി ഒപ്പിട്ട് മുങ്ങി നടക്കാനാവില്ല. സിവിൽ സ്റ്റേഷനിൽ സ്ഥിരം പഞ്ചിംഗ് സംവിധാനം ഒരുങ്ങി. എല്ലാ ജീവനക്കാരും പഞ്ചിങ്ങിന്റെ പരിധിയിൽ വരും. ജൂലൈ 1 മുതൽ ട്രയൽ റണ്ണായി ആരംഭിച്ച പഞ്ചിംഗ് ആഗസ്റ്റ് 11 മുതലാണ് സ്ഥിരം സംവിധാനമാക്കിയത്. സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ജീവനക്കാരും സംവിധാനത്തിന്റെ പരിധിയിൽ വരും. രാവിലെ 10:25 വരെയും വൈകിട്ട് 5:05 മുതലും 10 മിനിറ്റ് ഗ്രേസ് സമയം അനുവദിച്ചിട്ടുണ്ട്. 3 ലേറ്റ് അറ്റൻഡൻസ് ഒരു കാഷ്വൽ ലീവായി കണക്കാക്കും. പാർട്ട് ടൈം ജീവനക്കാരുടെ സമയം രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ആയിരിക്കും. ഗ്രേസ് സമയം ഈ ജീവനക്കാർക്കും ബാധകമാണ്. ഫീൽഡ് സ്റ്റാഫ്, യൂണിഫോം സ്റ്റാഫ്, പാർട്ട് ടൈം സ്വീപ്പർ, നൈറ്റ് ഡ്യൂട്ടി സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാ ജീവനക്കാരും കൃത്യമായി പഞ്ച് ചെയ്യുന്നുണ്ടെന്ന് ജില്ലാ ഓഫീസർമാർ ഉറപ്പുവരുത്തണം. റിപ്പോർട്ട് തൊട്ടടുത്ത മാസം 5-നകം കലക്ടറേറ്റ് ഉസൂർ ശിരോസ്തദാറിന് നൽകണം. ഓരോ ഓഫീസുകളുടെ ആചരണനില പരിശോധിക്കുന്നതിനുള്ള യൂസർ ID, പാസ്വേഡ് എന്നിവ അതാത് ഓഫീസുകളുടെ ജില്ലാ ഓഫീസർമാർക്ക് പ്രത്യേകമായി നൽകും. പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാർക്കും ട്രാൻസ്ഫർ, പ്രൊമോഷനായി വരുന്ന ജീവനക്കാർക്കും അന്നു തന്നെ ഫിംഗർ പ്രിന്റ് എടുക്കാനുള്ള സംവിധാനം കളക്ടറേറ്റിൽ ഏർപ്പെടുത്തി. ID കാർഡിനുള്ള അപേക്ഷയും അന്നു തന്നെ സമർപ്പിക്കണം. ഉച്ചയ്ക്ക് ശേഷം അവധിയിൽ പോകുന്ന ജീവനക്കാർ 1:15 ശേഷം പഞ്ച് ചെയ്യേണ്ടതാണ്. ഉച്ചവരെ അവധിയെടുക്കുന്നവർ 2 മണിക്കകം പഞ്ച് ചെയ്ത് ജോലിയിൽ പ്രവേശിക്കണം. ജീവനക്കാർ ടൂറിലോ ഫീൽഡിലോ ആയിരിക്കുമ്പോൾ നിർബന്ധമായും മൂവ്മെന്റ് രജിസ്റ്റർ രേഖപ്പെടുത്തണം. പാർട്ട് ടൈം ജീവനക്കാർ, നൈറ്റ് ഡ്യൂട്ടി ജീവനക്കാർ ഒഴികെയുള്ള ജീവനക്കാരുടെ പഞ്ചിങ് സമയം രാവിലെ 9 മുതൽ വൈകുന്നേരം 6:30 വരെയാണ്. പഞ്ചിങ് സംവിധാനങ്ങൾക്കൊപ്പം മാനുവൽ അറ്റൻഡൻസും തുടരും. ജീവനക്കാർക്ക് 1000 തിരിച്ചറിയൽ കാർഡുകൾ കെൽട്രോൺ നൽകുന്നതാണ്. അതിനുശേഷം പ്രിന്റ് ചെയ്യുന്ന കാർഡുകൾക്ക് കാർഡ് ഒന്നിന് 150 രൂപ നിരക്കിൽ കളക്ടറേറ്റിൽ എടുക്കേണ്ടതാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അനുവദിക്കണമെന്ന് കടലോര ജാഗ്രതാ സമിതി യോഗം ആവശ്യപ്പെട്ടു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം ചേർന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഫിഷറീസ് വകുപ്പ് അനുവദിക്കണമെന്നാണ് ജില്ലാതല കടലോര ജാഗ്രതാ സമിതി യോഗം ആവശ്യപ്പെട്ടത്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കളക്ടർ PS മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. നിലവിലെ ബോട്ടിലെ മുഴുവൻ തൊഴിലാളികൾക്കും ആവശ്യമായ ലൈഫ് ജാക്കറ്റുകൾ അനുവദിച്ചിട്ടില്ല. മറൈൻ പോലീസിന്റെ സേവനം ലഭ്യമാക്കണം. തീരദേശങ്ങളിൽ കഞ്ചാവും മദ്യവും വിൽക്കുന്നതിനെതിരെ പരിശോധന ശക്തമാക്കണം. ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും വേണം. അനധികൃത കടൽ മണൽ കടത്ത് തടയണമെന്നും യോഗം നിർദ്ദേശിച്ചു. അഴിത്തല തീരദേശ പോലീസ് സ്റ്റേഷൻ ഉടൻ യാഥാർത്ഥ്യമാക്കണം. മത്സ്യത്തൊഴിലാളി സമാശ്വാസ പദ്ധതിയിലും തണൽ പദ്ധതിയിലും അനുവദിച്ച തുക തൊഴിലാളികൾക്ക് ലഭിക്കുന്നതിന് നേരിടുന്ന ബാങ്ക് അക്കൗണ്ട് തടസ്സം പരിഹരിക്കണം. പ്രാദേശിക കടലോര ജാഗ്രതാ സമിതികൾ എല്ലാ മാസവും യോഗം ചേരാനും തീരുമാനിച്ചു. മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ അംഗം R ഗംഗാധരൻ, സിലോൺ അഷ്റഫ്, ഡിവൈഎസ്പിമാരായ അരിശ്ചന്ദ്ര നായക്, ഇൻസ്പെക്ടർമാരായ സുരേഷ് ബാബു, PP ജേക്കബ്, TP സുമേഷ്, തളങ്കര തീരദേശ പോലീസ് സ്റ്റേഷനിലെ SI P ശേഖരൻ, സ്പെഷ്യൽ ബ്രാഞ്ചിലെ SI K ബാലരാമൻ, SIമാരായ P പ്രമോദ്, നാരായണൻ, K മോഹനൻ, പോർട്ട് കൺസർവേറ്റർ രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിച്ച് നാടെങ്ങും രക്ഷാബന്ധൻ ദിനം ആഘോഷിച്ചു. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ നടന്ന പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. RSS ചൂരിപ്പള്ളം ശാഖയുടെ നേതൃത്വത്തിൽ നടന്ന രക്ഷാബന്ധൻ ദിനാചരണത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് സംബന്ധിച്ചത്. RSS ചൂരിപ്പള്ളം ശാഖയുടെ നേതൃത്വത്തിൽ സാലത്തടുക്ക കൃഷ്ണനിലയ സമ്പത്തിലയിൽ സംഘടിപ്പിച്ച രക്ഷാബന്ധൻ ദിനാഘോഷ പരിപാടിയിൽ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകൾ ഉൾപ്പെടെ 100ഓളം പേർ പങ്കെടുത്തു. പരിപാടിക്കെത്തിയവർ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹത്വം വിളിച്ചോതുന്ന രാഖി പരസ്പരം കൈകളിൽ കെട്ടി സ്നേഹബന്ധം കൂടുതൽ ദൃഢമാക്കി. പരിപാടി യുവമോർച്ച കാസർഗോഡ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ധനഞ്ജയ മധൂർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന എന്ന വിശേഷതയുള്ള ഒരു സംഘടന കൂടിയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. കാരണം ആരും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ പ്രവർത്തിക്കുന്നത് ഒന്നും ഇച്ഛിച്ചുകൊണ്ടല്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ ഏകദേശം 1948 ആ കാലയളവിലാണ് കേരളത്തിൽ അതിൻ്റെ വേരോട്ടം തുടങ്ങുന്നത്. കാരണം അതുവരെ ഭാരതത്തിലുടനീളം ഇതാവുകയും പിന്നീട് കേരളത്തിലേക്ക് അതിൻ്റെ ശക്തി വരികയും ചെയ്തു. ഗോവിന്ദൻ ചൂരിപ്പള്ളം അധ്യക്ഷത വഹിച്ചു. BJP ചൂരിപ്പള്ളം യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രൻ ചൂരിപ്പള്ളം,
വിഷ്ണുഭട്ട് സാലത്തെടുക്ക, കൃഷ്ണനായക് സാലത്തെടുക്ക, PH നാരായണ, ഈശ്വര ചൂരിപ്പള്ളം, BK ജയരാജ്, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മധുരപലഹാര വിതരണവും നടന്നു. കേളുകുഡെ അയ്യപ്പ മന്ദിരം, ചെർക്കള KK പുരം ശാഖ, ഉളിയത്തെടുക്ക, മന്നിപ്പാടി, കൂഡ്ലു, മുള്ളേരിയ, ബദിയെടുക്ക തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന രക്ഷാബന്ധൻ ദിനാഘോഷ പരിപാടികളിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കോട്ടക്കണിയെ അമ്പാടിയാക്കി ഉണ്ണിക്കണ്ണന്മാർ. വെണ്ണ കവർന്നും പാൽ കുടിച്ചും കളിച്ചു രസിച്ച ഉണ്ണിക്കണ്ണന്മാർ കാഴ്ചക്കാരുടെ മനം കവർന്നാണ് മടങ്ങിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് അമ്പാടിയുടെ പ്രതീതിയിലായിരുന്നു കോട്ടക്കണ്ണി. എങ്ങു നോക്കിയാലും ഉണ്ണിക്കണ്ണന്മാർ. കയ്യിൽ വെണ്ണയും പാൽക്കുടവും ഓടക്കുഴലുമെല്ലാം പിടിച്ച് കുസൃതി കാണിച്ച് കളിച്ചുല്ലസിച്ച് നടക്കുന്ന കണ്ണന്മാർ കാഴ്ചക്കാരുടെ കണ്ണിൽ കൗതുകം പകർന്നു. കൽക്കൂര പ്രതിഷ്ഠാന മംഗലാപുരം, കരാവളി സാംസ്കാരിക പ്രതിഷ്ഠാന കാസർഗോഡ്, കോട്ടക്കണ്ണി ശ്രീരാമനാഥ സാംസ്കൃതിക ഭവന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ശ്രീകൃഷ്ണവേഷ മത്സരത്തിലാണ് ഉണ്ണിക്കണ്ണന്മാർ അണിനിരുന്നത്. 1 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായിരുന്നു മത്സരം. ഇതിനു പുറമെ UP വിഭാഗം കുട്ടികൾക്കും മത്സരം സംഘടിപ്പിച്ചു. ಕೃಷ್ಣ ಕಳ್ಳನ ಹಾಗೆ ಸಣ್ಣ ಸಣ್ಣ ಹೆಜ್ಜೆ ಇಡುತ್ತಾ ಮುಂದೆ ನಡೆಯುತ್ತಾ ಇದ್ದಾನೆ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. പരിപാടി കാസർകോട്ടെ പ്രമുഖ വ്യവസായി K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സംഗീത കലാകാരൻ ബാബുജി ഭട്ട് അധ്യക്ഷത വഹിച്ചു. ഗണപതി കോട്ടക്കണ്ണി, രാധാകൃഷ്ണ ഉളിയത്തെടുക്ക, പ്രേമ LOG റാവു, ഗുരുപ്രസാദ് കോട്ടക്കണ്ണി, ശിവരാമ കാസർഗോഡ് തുടങ്ങിയവർ സംസാരിച്ചു. BSNL അധികൃതർ കേബിളുകൾ സ്ഥാപിച്ചത് ഡ്രൈനേജുകളിൽ. കുഞ്ചത്തൂരിലാണ് സംഭവം. ഇതോടെ നാട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ്. അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തെത്തിയിട്ടുണ്ട്. കുഞ്ചത്തൂർ ജംഗ്ഷനിൽ നിറയെ ഇപ്പോൾ മാലിന്യത്തിൻ്റെ ദുർഗന്ധമാണ്. ഡ്രെയിനേജ് വഴി ഒഴുകിപ്പോകുവാനാകാതെ മലിനജലം കെട്ടിക്കിടക്കുന്നതിനാലാണ് കുഞ്ചത്തൂർ ജംഗ്ഷനിൽ നിന്നും ഇത്രയും രൂക്ഷമായ രീതിയിൽ ദുർഗന്ധം വമിക്കുന്നത്. BSNL ഫോൺ കേബിളുകൾ ഡ്രെയിനേജിൽ സ്ഥാപിച്ചതാണ് മലിനജലം ഒഴുകിപ്പോകാതെ അവിടെ തന്നെ കെട്ടിക്കിടക്കുവാൻ കാരണമായത്. BSNL അധികൃതരുടെ അനാസ്ഥ കാരണം കുഞ്ചത്തൂർ ജംഗ്ഷൻ മലിനകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മലിനജലത്തിൽ നിന്നും ദുർഗന്ധം ഉയരുന്നതിനെ തുടർന്ന് യാത്രക്കാർ ഇതുവഴി മൂക്കുപൊത്തിയാണ് നടക്കുന്നത്. സമീപത്തെ വ്യാപാരികളും ദുർഗന്ധം കാരണം തീരാ ദുരിതത്തിലാണ്. സംഭവം അറിയിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരത്ത് നിന്നും BSNL അധികൃതർ എത്തിയെങ്കിലും മുകളിൽ നിന്നും ഉത്തരവ് ലഭിക്കാതെ കേബിൾ മാറ്റാനാവില്ലെന്നാണ് അറിയിച്ചത്.
മലിനജലം ഇനിയും കെട്ടിക്കിടക്കുന്നതിനാൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ യാത്രക്കാരും വ്യാപാരികളും. BSNL അധികൃതർ സംഭവത്തിൽ ഉടൻ തന്നെ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അന്ധവിശ്വാസവും തീവ്രവാദവും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ കാരണമായെന്ന് കാസർഗോഡ് സംഘടിപ്പിച്ച വിസ്ഡം എൻലൈറ്റനിങ് കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു. വർഗീയ തീവ്രവാദ പ്രവണതകളെ മതപണ്ഡിതന്മാർ തന്നെ ചെറുത്തു തോൽപ്പിക്കണമെന്നും കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന വിസ്ഡം എൻലൈറ്റനിങ് കോൺഫറൻസ് MSM സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP നസീഫ് ഉദ്ഘാടനം ചെയ്തു. ഭൂമിയിൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ജീവിത ലക്ഷ്യം മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യവുമായി കരകളഞ്ഞ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ ദീനിനെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. M മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ഷാർജ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ഹുസൈൻ സലഫി മുഖ്യപ്രഭാഷണം നടത്തി. വിസ്ഡം കൺവീനർ CP സലീം, K അഹമ്മദ് താജുദ്ദീൻ, ഹസൻ അൻസാരി, KT സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു. 28ാമത് അന്തർ സംസ്ഥാന ചെസ് ടൂർണമെന്റ് സമാപിച്ചു. മധുവാഹിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 48 മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിലായിരുന്നു മത്സരം നടന്നത്. 5 റൗണ്ടുകളിലായിരുന്നു മത്സരം. അത്യന്തം വാശിയേറിയ മത്സരത്തിനൊടുവിൽ സീനിയർ വിഭാഗത്തിൽ MV മനോജ് പയ്യന്നൂർ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. KG അരുൺകുമാർ പഴയങ്ങാടി 2ാം സ്ഥാനവും പ്രവീൺ കാമത്ത് മാംഗ്ലൂർ 3ാം സ്ഥാനവും സ്വന്തമാക്കി. ഏറെ ശ്രദ്ധയാകർഷിച്ച ജൂനിയർ വിഭാഗം മത്സരത്തിൽ അൻസാഫ് പയ്യന്നൂർ വിജയകിരീടം ചൂടി. അമൽ പയ്യന്നൂർ 2ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ കാസർഗോഡ് ജില്ലക്കാരനായ അതുൽ കൃഷ്ണ മുള്ളേരിയ 3ാം സ്ഥാനം സ്വന്തമാക്കി. അതുൽ കൃഷ്ണയുടെ വിജയം കാസർഗോഡിന് അഭിമാനമായി. ടൂർണമെന്റ് ബ്രഹ്മശ്രീ ഉളിയ വിഷ്ണു അസതന്ത്രി ഉദ്ഘാടനം ചെയ്തു. മിത്ര കലാവൃന്ദ പ്രസിഡന്റ് ചന്ദ്രഗോപാല അധ്യക്ഷത വഹിച്ചു. K സതീഷ്, ചന്ദ്രശേഖര, ശ്രീരാമൻ നമ്പൂതിരി, M അശോക്, സുനിൽ, സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് പ്രമുഖ ചെസ് കളിക്കാരൻ TK നാരായണൻ സമ്മാനം വിതരണം ചെയ്തു. വസ്തുർഗ് കോടതി വളപ്പിൽ തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായകളെ നിയന്ത്രിക്കാൻ നഗരസഭ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. നായകൾക്കെന്താണ് കോടതിയിൽ കാര്യം? കാര്യമില്ലെങ്കിലും കോടതി വളപ്പിൽ തെരുവുനായ്ക്കൾ പെരുകി. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ തെരുവുനായ്ക്കൾ പെറ്റുപെരുകി കോടതി വരാന്തകളിലുമെത്തി. തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ എത്തുന്നത് കോടതി ജീവനക്കാർക്കും വാദികൾക്കും പ്രതികൾക്കുമെന്ന് വേണ്ട കോടതിയിലെത്തുന്ന എല്ലാവർക്കും പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ക്യാമറ കണ്ടിട്ടും ഭയമില്ലാതെ വിഹരിക്കുന്നവയാണ് തെരുവുനായ്ക്കൂട്ടം. ഇത് കാഞ്ഞങ്ങാട്ടെ കോടതി വളപ്പിലെ മാത്രം പ്രശ്നമല്ല. പോലീസ് സ്റ്റേഷൻ പരിസരവും താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടും എന്നുവേണ്ട പൊതുജനങ്ങൾ എത്തിച്ചേരുന്ന മിക്കയിടങ്ങളിലും തെരുവുനായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സ്കൂൾ കുട്ടികളാണ് ഇവയുടെ ശല്യം ഏറെ അനുഭവിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നത് നിത്യസംഭവമായിട്ടുണ്ട്. മനുഷ്യജീവന് വിലയില്ലെങ്കിലും തെരുവുനായ്ക്കൾക്കായി വാദിക്കാൻ ചിലർ രംഗത്തിറങ്ങിയത് അധികൃതർക്ക് പൊല്ലാപ്പായിട്ടുണ്ട്. എങ്കിലും തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്നാണ് പൊതുജനങ്ങളിൽ നിന്നും ആവശ്യമുയരുന്നത്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ധർണാ സമരം സംഘടിപ്പിച്ചു. കളക്ടറേറ്റിന് മുന്നിലായിരുന്നു സമരം നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. പ്രമുഖ നേതാവ് PN വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരുടെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുവാൻ ഒരു സമിതിയെ നിയോഗിച്ചുവെങ്കിലും അതിന്റെ പ്രവർത്തനം തുടങ്ങുവാൻ തെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് അന്ന് കുറെ നിർത്തിവെച്ചു. അന്ന് തന്നെ ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ഇന്ന് വരെയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പെൻഷൻ പരിഷ്കരണത്തിന്റെ മുന്നോടിയായി നാം അതിന്റെ ഡിമാൻഡ് ഉന്നയിച്ചിരിക്കുന്നത് 20% ഇടക്കാല ആശ്വാസം അനുവദിക്കണമെന്നുള്ളത്. നിരവധി പേർ പങ്കെടുത്തു. സ്മാർട്ട് പെരിയ പ്രവർത്തനം തുടങ്ങി. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസാണ് കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പെരിയ, പുല്ലൂർ, ചിത്താരി, പനയാൽ ഗ്രാമങ്ങളിലെ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സ്മാർട്ട് പെരിയ. വിവിധ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് പെരിയയുടെ പ്രവർത്തകർ വിവിധ സേവന പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് സ്മാർട്ട് പെരിയയ്ക്ക് തുടക്കമിട്ടു. സ്മാർട്ട് പെരിയ എന്ന് പറയുന്ന പുതിയ സംരംഭം
ഒരുപക്ഷെ അതിന്റെ പേര് കൂടുതൽ അർത്ഥവത്താണ്. കാരണം കാസർഗോഡ് പ്രസിഡന്റ് എന്ന ഒരു സ്ഥലം പേനെയാണല്ലോ. സ്മാർട്ടാകാം എന്നുള്ള എല്ലാ അവകാശവാദങ്ങളും ഉന്നയിക്കാൻ പെരിയയ്ക്ക് സാധിക്കും. എന്തായാലും കിലോമീറ്ററോളം പുള്ളിയെ കൊണ്ടുവരണം റോട്ടിൽ കൂടെ. അതുകൊണ്ട് നമുക്ക് പെരിയയിലേക്ക് വരാതെ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു വർഷം നല്ലതായിരുന്നേ ചിന്തിച്ചിരുന്നു. പക്ഷെ എന്തായാലും അദ്ദേഹം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെ ദൂരമുണ്ട് അറിഞ്ഞിട്ട് തന്നെ അദ്ദേഹം ഇവിടെ വരാനായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തു. അദ്ദേഹത്തിന്റെ വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ അനുഗ്രഹം കൂടിയാണ്, പെരിയാർ നാടിന്റെ അനുഗ്രഹം കൂടിയാണ്. കാരണം സാധാരണ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇത്രയും ജേർണി ഉണ്ടെങ്കിൽ സാധാരണ അത് ഡ്രോപ്പ് ചെയ്യാനുള്ളത്. അദ്ദേഹം അത് വരണമെന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ വരണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കുകയും അദ്ദേഹം വരികയും ചെയ്തു. സ്മാർട്ട് പെരിയ പ്രസിഡന്റ് വി കുമാരൻ അധ്യക്ഷനായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ നിർവഹിച്ചു. ചടങ്ങിൽ വിവിധ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രാജൻ, മാധവൻ പുക്കളം, P നാരായണൻ എന്നിവർ സംസാരിച്ചു. സ്മാർട്ട് പെരിയ സെക്രട്ടറി KV വിജയൻ സ്വാഗതവും K അനന്തൻ നന്ദിയും പറഞ്ഞു. കേന്ദ്ര സർവകലാശാല എൻട്രൻസ് പരീക്ഷയിൽ നൂറുദ്ദീൻ നെല്ലിക്കട്ടയ്ക്ക് 1ാം റാങ്ക്. പൈക്ക ബാലടുക്ക സ്വദേശിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ കോമൺ എൻട്രൻസ് പരീക്ഷയിലാണ് പൈക്ക ബാലടുക്കം സ്വദേശിയായ നൂറുദ്ദീൻ 1ാം റാങ്ക് നേടിയത്. നിലവിൽ ചെന്നൈയിൽ സിവിൽ സർവീസ് കോഴ്സിന് പഠിക്കുകയാണ് നൂറുദ്ദീൻ. മംഗലാപുരം സെന്റ് അലോഷ്യസ് കോളേജിൽ നിന്ന് BCom പൂർത്തിയാക്കിയാണ് സിവിൽ സർവീസ് കോഴ്സിന് ചേർന്നത്. 10ാം തരം വരെ നെല്ലിക്കയിലെ PBM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച് നൂറുദ്ദീൻ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +2 പഠനം പൂർത്തിയാക്കിയത്. SSF സ്റ്റേറ്റ് IT മെമ്പറും ചെർക്കള സെക്ടർ മുൻ സെക്രട്ടറിയുമാണ്. ബദിയടുക്ക ജോഡ്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാത്യു ഗാലക്സി നൃത്തവിദ്യാലയത്തിന്റെ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാതല സിനിമാറ്റിക് ഡാൻസ് മത്സരം ശ്രദ്ധേയമായി. കുമ്പള നാരായണമംഗലം ചിരുബ ഭഗവതി ക്ഷേത്ര സഭാഭവനത്തിൽ നടന്ന മത്സരത്തിൽ 100 കണക്കിന് മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. മാധു ഗാലക്സി നൃത്തവിദ്യാലയത്തിലെ നൃത്ത വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് പ്രദർശനമാണ് ആദ്യം വേദിയിൽ അരങ്ങേറിയത്. പിന്നീടാണ് ആസ്വാദകരെ നൃത്തത്തിൻ്റെ മാസ്മരികതയിൽ ലയിപ്പിച്ച് ജില്ലാതല സിനിമാറ്റിക് ഡാൻസ് മത്സരം അരങ്ങേറിയത്. ജില്ലയിലെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു. മത്സരത്തിൽ റിമിക്സ് കാസർഗോഡ് 1ാം സ്ഥാനം നേടി. സ്റ്റെപ്പ് അപ്പ് ഉപ്പളയ്ക്കാണ് 2ാം സ്ഥാനം. പരിപാടിയുടെ ഉദ്ഘാടനം വർണ്ണാഭമായ ചടങ്ങിൽ ചന്ദ്രശേഖർ മൂത്തച്ചെട്ടിയാർ, കൃഷ്ണ കാർണൂർ എന്നിവർ നിർവഹിച്ചു. രാത്രി സംഘടിപ്പിച്ച ചടങ്ങിൽ മാധ്യമപ്രവർത്തകനും KCN കന്നഡ ന്യൂസ് എഡിറ്ററുമായ രവി നായ്ക്കാപ്പ് മത്സരത്തിൽ വിജയിച്ച ടീമുകൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. കൂട്ടായ്മകൾ നഷ്ടമാകുന്ന ഇക്കാലത്ത് മികച്ച കൂട്ടായ്മയിലൂടെ മാധു ഗാലക്സി നടത്തുന്ന കലാപ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് രവി നായ്ക്കാപ്പ് അഭിപ്രായപ്പെട്ടു. കുമ്പള പഞ്ചായത്ത് മെമ്പർ സുലോചന അധ്യക്ഷത വഹിച്ചു. മാധു ഗാലക്സിയുടെ ഡയറക്ടർ പ്രശാന്ത് KP പരിപാടി നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. OMS വിഭാഗത്തിന് സബ്സിഡി നിരക്കിൽ റേഷൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യം. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് സമ്മേളനമാണ് കാഞ്ഞങ്ങാട്ട് ആവശ്യപ്പെട്ടത്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ഓരോ കിലോ അരി വീതം 5 കിലോ അരിയോ 1 രൂപ കൊടുത്തിട്ട് കാര്യമില്ല. ഒരു ന്യായമായ വിലക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായി ജീവിക്കാൻ ആവശ്യമായ അരി റേഷൻ കടകൂടെ കൊടുത്താൽ അരിയുടെ വില കുറയ്ക്കാൻ കഴിയും. ഇതാണ് ഞങ്ങൾ സർക്കാർ മുമ്പിൽ വെക്കാനുള്ള നിർദ്ദേശം. അതല്ലാതെ 5 കിലോ അരി 1 രൂപ കൊടുത്താൽ ഒരു കുടുംബത്തിന് അത് 2 ദിവസത്തിനെ തികയും. ബാക്കി ഒരു മാസത്തിലെ 28 ദിവസം അവൻ പൊതു മാർക്കറ്റിനെ സമീപിക്കണം. അതുകൊണ്ട് ഈ 1 രൂപക്ക് 5 കിലോ അരിയോ 10 കിലോ അരിയോ കൊടുത്താൽ അരിയുടെ വില നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു 10 രൂപക്ക് വില ഞാൻ പറയുന്നില്ല, ഒരു മാന്യമായ വിലക്ക് റേഷൻ കടകളിലൂടെ ജീവിക്കാൻ ആവശ്യമായ ഒരു കുടുംബത്തിന് ആവശ്യമായ റേഷൻ നൽകാനുള്ള സംവിധാനം ഉണ്ടാകണം. സംസ്ഥാന സെക്രട്ടറി CV മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. SLC CBSE +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. കേശ് അവാർഡ് വിതരണം സംസ്ഥാന സെക്രട്ടറി E നാരായണ നമ്പ്യാർ നിർവഹിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ, ജില്ലാ സെക്രട്ടറി നടരാജൻ, ബാലകൃഷ്ണൻ ബല്ലാൾ, ശങ്കർ ബെളികെ, K രാജേന്ദ്രൻ, സുരേഷൻ മേലാങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് K ശശിധരൻ അധ്യക്ഷനായി.
കാഞ്ഞങ്ങാട് മാരിയമ്മൻ കോവിൽ ദേവസ്ഥാനം ട്രസ്റ്റിയായി തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷൻ മേലാങ്കുടിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തിൽ അനുവദിച്ച OMS വിഭാഗത്തിലുള്ള അരി സംസ്ഥാന ഗവൺമെന്റ് സബ്സിഡി നൽകി റേഷൻ കട വഴി വിതരണം ചെയ്യണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. വാർത്തകൾ ചുരുക്കത്തിൽ. നെല്ലിക്കുന്ന് ഗവൺമെന്റ് ഫിഷറീസ് വെൽഫെയർ സ്കൂളിന് ചൊവ്വാഴ്ച കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കടൽക്ഷോഭത്തെ തുടർന്നാണ് അവധി പ്രഖ്യാപിച്ചത്. ജില്ലയിലെ പുഴമണൽ പാസിനുള്ള ഓൺലൈൻ ബുക്കിംഗ് ചൊവ്വാഴ്ച ആരംഭിക്കും. രാവിലെ 10 മണി മുതലാണ് പാസിംഗ് ആരംഭിക്കുകയെന്ന് അധികൃതർ അറിയിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വ്യവസായ കേന്ദ്രം പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മണിക്ക് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് പരിപാടി. സേവാഭാരതി പ്രവർത്തകരുടെ കുടുംബസംഗമം കാഞ്ഞങ്ങാട്ട് നടന്നു. വിവേകാനന്ദ വിദ്യാമന്ദിരത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സേവാഭാരതി പ്രവർത്തകരുടെ കുടുംബസംഗമവും വിവിധ കലാപരിപാടികളും കാഞ്ഞങ്ങാട് വിവേകാനന്ദ മന്ദിരത്തിൽ നടന്നു. ജില്ലാ പ്ലാനിംഗ് ഓഫീസറും ബാലഗോകുലം മേഖലാധ്യക്ഷനുമായ അജയകുമാർ മീനോത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമവും നഗരവും ചേർന്ന ഗ്രാമീണ സംസ്ഥാനമാണ്. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ്, നഗരവൽക്കരണം കണ്ടമാനം നടക്കുന്നു. വ്യവസായവൽക്കരണം ഉണ്ടെങ്കിൽ നഗരവൽക്കരണം നടക്കേണ്ടത് അതില്ല. ഇത്തരത്തിലുള്ള പിന്നെയോ പട്ടണസ്വഭാവമോ ദരിദ്രർ കുറെ ഉണ്ടെന്ന് പറയുന്നു. കേരളത്തിൽ ഒരുപാട് ദരിദ്രരാണ്. സേവാഭാരതി പ്രസിഡന്റ് CK വേണുഗോപാലൻ അധ്യക്ഷനായി. RSS ജില്ലാ സംഘചാലക് P ഗോപാലകൃഷ്ണൻ, RSS വിഭാഗ് സേവാ പ്രമുഖ് K സുധാകരൻ എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമത്തിൽ വിവിധ കലാപരിപാടികൾ നടന്നു. സനമായ പ്രധാന വാർത്തകൾ വീണ്ടും. സിവിൽ സ്റ്റേഷനിൽ സ്ഥിരം പഞ്ചിങ് സംവിധാനമായി മുങ്ങി നടക്കുന്നവർ വലയും. മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യം. തീരദേശങ്ങളിലെ ലഹരി വിൽപ്പനക്കെതിരെ ജാഗ്രത ശക്തമാക്കും. രാഗിച്ചരടുകളിൽ സാഹോദര്യം കോർത്ത് നാടെങ്ങും രക്ഷാബന്ധൻ ആഘോഷിച്ചു. രക്ഷാബന്ധൻ ദിനത്തിൽ ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ. കാസർഗോഡ് കോട്ടക്കണി അമ്പാടിയായി വർണ്ണക്കാഴ്ചകൾ ഒരുക്കി ശ്രീകൃഷ്ണവേഷ മത്സരം. BSNL അധികൃതർ കേബിളുകൾ സ്ഥാപിച്ചത് ഡ്രൈനേജിൽ. കുഞ്ചത്തൂരിൽ ജനം ദുരിതം പേറുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.